അതെ. ഇനി ഞാനൊരു സിൻഡ്രോത്തിനെ കുറിച്ച് പറയാം. നമുക്ക് നമുക്കെല്ലാവർക്കും ഉള്ളൊരു സ്വഭാവമാണ് ഈ പഴയ എക്സുകളെ കുറിച്ച് അന്വേഷിക്കുക എന്നുള്ളത്. മുമ്പ് ഇഷ്ടമുണ്ടായിരുന്നോ? ആരെയാ ഇഷ്ടം? എന്നൊക്കെ ഇങ്ങനെ കുത്തി കുത്തി ചോദിക്കും. ചിലരങ്ങനെ ചോദിക്കാതെ തന്നെ എനിക്കൊരു ഇഷ്ടമുണ്ടായിരുന്നു, അങ്ങനെയായിരുന്നു, ഇതായിരുന്നു എന്നൊക്കെ പറയും. ഇങ്ങനെ ഈ ഇഷ്ടങ്ങളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞതിനെക്കുറിച്ച് പറഞ്ഞ് അവസാനം ഇത് ഭയങ്കര പ്രശ്നമാവാറുണ്ട്. റെബേക്ക സിൻഡ്രോം എന്ന് പറയും ഇതിന്. വേറെ ഒന്നുമല്ല, എക്സിനെ വെച്ചിട്ട് കമ്പാരിസൺ നടത്തുക. ഇനി സോഷ്യൽ മീഡിയയും കൂടി ഉള്ള കാലമായതുകൊണ്ട് അവരെ പ്രൊഫൈലിൽ കയറിയിട്ട് പോകും. ഇപ്പം നിങ്ങളുടെ എക്സിനെ കുറിച്ചിട്ടൊരു ഭർത്താവ് ഭാര്യയോട് പറഞ്ഞു എന്ന് വിചാരിക്കുക. ഭാര്യയ്ക്ക് റെബിക്ക സിൻഡ്രോം ഉണ്ടെങ്കിൽ ഭാര്യ ആയിരിക്കും ഇങ്ങനെ എല്ലാ സോഷ്യൽ മീഡിയയിലും പോയിട്ട് ഈ എക്സിനെ കിടന്ന് തപ്പിക്കൊണ്ട് നടക്കും. എന്നിട്ട് അവിടെ ചെന്നിരുന്നിട്ട് പ്രശ്നം ഉണ്ടാക്കും. അവരുമായിട്ട് ഇവർ തന്നെ കമ്പാരിസൺ നടത്തും. അതേമാതിരി ആണോ ഞാൻ, അങ്ങനെയാണോ, എല്ലാ കാര്യങ്ങളും ഇങ്ങനെ കമ്പാരിസൺ നടത്തിക്കൊണ്ടിരിക്കും. പിന്നെ ഭയങ്കര സംശയമായിരിക്കും, ഞാൻ അവരെ മാതിരിയല്ലേ. ഇത് ഭയങ്കര പ്രശ്നത്തിലേക്ക് കൊണ്ടുപോകാറുണ്ട്. നമ്മളൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. ഇങ്ങനെ ഒരു സിൻഡ്രോം എന്ന് പറഞ്ഞാൽ ഇതിനൊരു പേരും കൂടി ഉണ്ടെന്ന് നിങ്ങളൊന്ന് അറിയിക്കാമെന്ന് വിചാരിച്ചു. ഇത് ശരിക്കും ഉണ്ടല്ലോ, നമ്മളിതിനെക്കുറിച്ച് വിശദീകരിച്ച് പറയുകയാണെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും. ഒരാളുടെ ഭയങ്കരമായിട്ട് ആൻസൈറ്റിയും ഒരു ഇൻസെക്യൂരിറ്റി ഫീലൊക്കെ ഉണ്ടാവുകയാണ്. അവർക്ക് അവരുടെ ഹസ്ബൻഡിന് പഴയ ഇഷ്ടം. ഇതിപ്പോൾ ഞാനിപ്പോൾ ഒരു ആദ്യത്തെ ഒരു എക്സാമ്പിളിനൊരു ഹസ്ബൻഡ് വൈഫ് എന്നുള്ള പറഞ്ഞത് കൊണ്ടാട്ടോ ഇങ്ങനെ പറയുന്നത്. അപ്പോൾ ആ പഴയ ആളേനെ കമ്പാരിസൺ നടത്തി ആ ആളോടാണോ കൂടുതൽ ഇഷ്ടം, ആളേനെയാണോ കൂടുതൽ ഇതാവണത്, അയാളെ മാതിരി തന്നെയാണോ ഞാൻ ഉണ്ടാവുന്നത്, അങ്ങനെ എല്ലാ കാര്യങ്ങളും. പിന്നെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അയാളെക്കുറിച്ചിട്ട് പറയുക, ഇതാവുക, ഇങ്ങനെ ഒരു ഭയങ്കര ഒരു അസൂയയും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാവുന്ന ഒരു കാര്യമാണ് ഈ ഒരു കാര്യത്തിൽ. അതുകൊണ്ട് തന്നെ അറിയാലോ, ലൈഫ് ഭയങ്കരമായിരിക്കും, കട്ടപ്പുകയായിരിക്കും ആ ഒരു ഇതിൽ. അപ്പോൾ ഇങ്ങനത്തെ കാര്യത്തിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത് അങ്ങോട്ടും ഇങ്ങോട്ടും ഈ പ്രശ്നത്തിനെ കുറിച്ച് നന്നായിട്ട് സംസാരിക്കണം, ഇങ്ങനൊരു കാര്യം ഉണ്ടാവുന്നുണ്ട്. പിന്നെ ഞാൻ എപ്പോഴും ഞാൻ പറയാറുള്ളൊരു കാര്യമാണ്, നമ്മൾ ഈ എക്സുകളെ കുറിച്ചിട്ട് ഭയങ്കര വലിയ വിശദീകരണമൊന്നും കൊടുക്കണ്ട. പ്രസൻറ്റിൽ ജീവിക്കുക എന്നുള്ളൊരു കാര്യമാണ്. ഇപ്പം എന്താണോ ആ ഉള്ള നമ്മുടെ പാർട്ട്ണറുമായിട്ട് നമുക്ക് ഹാപ്പി ആയിട്ട് ജീവിക്കാനാണ് പറ്റേണ്ടത്. പഴയ കാലത്തെ ചില ആൾക്കാരുടെ സ്വഭാവം ഉള്ളതാണ് കേട്ടോ, അവളുമായിട്ട് അങ്ങനെയായിരുന്നു, അവനുമായിട്ട് ഇങ്ങനെയായിരുന്നു. ഈ പഴയ പഴയ ആൾക്കാരെ കുറിച്ചിട്ടുള്ള കമ്പാരിസണും നടത്തിയിട്ട് അങ്ങനെ നിൽക്കുന്ന വേറൊരു ടീമുണ്ട്. പക്ഷേ ഇവിടെ അതല്ല, ആ പഴയതിലും വെച്ചിട്ട് അസൂയ പുലർത്തിക്കൊണ്ട് ജീവിതം കുളമാക്കുന്നതിനെയാണ് നമ്മൾ ഈ റെബേക്ക സിൻഡ്രോം എന്ന് പറയുന്നത്. ഹേയ്, റെബേക്കന്മാരൊന്നും പേടിക്കണ്ട കേട്ടോ, നിങ്ങളുടെ ഈ പേര് അതിലേക്ക് വന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അത് വേറൊരു കാര്യമാണ്. ഇതിനുള്ള സിനിമയും കാര്യങ്ങളും ഒക്കെ ഉണ്ട്, നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് നോക്കിക്കഴിഞ്ഞാൽ അറിയാം. അല്ലാതെ റെബേക്ക പേരിട്ടു എന്ന് വെച്ചിട്ട് എല്ലാവർക്കും ഈ സിൻഡ്രോം ഇല്ല കേട്ടോ, അങ്ങനെ തെറ്റിദ്ധരിക്കല്ലേ.